കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലത്തിലെ 6 ഗ്രാമപഞ്ചായത്തുകളിൽ സാധാരണ ജനങ്ങൾക്ക് ജലവിതരണത്തിനു വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള മാള മൾട്ടി GP ജലനിധി പദ്ധതിയിൽ വിതരണ നഷ്ടം വരുത്താത്തതിനാൽ ജലവിതരണത്തിൽ പാഴാകുന്ന ജലത്തിനും ബില്ല് നൽകുന്നു. അതുപോലെ കേരള വാട്ടർ അതോറിറ്റി BPL കുടുംബങ്ങൾക്ക് നിശ്ചിത അളവ് പ്രതിമാസം സൗജന്യമായി നൽകുമ്പോൾ ജലനിധി സാധാരണ നിരക്കിലുള്ള വാട്ടർ ചാർജ് ഈടാക്കുന്നു. ഈ രണ്ട് വിഷയത്തിലും മാനുഷിക പരിഗണന നൽകിയുള്ള പരിഹാരം ഉണ്ടാകണമെന്നും ജലനിധി ഏർപ്പെടുത്തിയിട്ടുള്ള ബൾക്ക് മീറ്റർ ചാർജ് കുറവ് വരുത്തണമെന്നും ഈ സബ്മിഷനിലൂടെ അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി. സർ, സംസ്ഥാന ജലവിഭവ വകുപ്പിന്റെ കീഴിൽ ലോകബാങ്ക് ധനസഹായത്തോടെ കേരള സർക്കാർ ഗ്രാമപഞ്ചായത്തുകളുടെ ആഭിമുഖ്യത്തിൽ ഗുണഭോക്താക്കളുടെ പങ്കാളിത്തത്തോടുകൂടി നടപ്പിലാക്കിയ സാമൂഹിക കുടിവെള്ള പദ്ധതിയാണ് ജലനിധി. ജലനിധി രണ്ടാം ഘട്ട പദ്ധതിയിൽ ഉൾപ്പെടുത്തി 115 ഗ്രാമപഞ്ചായത്തുകളിൽ 2174 കുടിവെള്ള വിതരണ പദ്ധതികളാണ് നടപ്പിലാക്കിയത്. 2.60 ലക്ഷം ഗ്രാമീണ കുടുംബങ്ങൾക്ക് ഈ പദ്ധതികളിലൂടെ കുടിവെള്ളം ലഭ്യമായി. ഓരോ പദ്ധതിക്ക് വേണ്ടിയും ഗുണഭോക്തൃ സമിതികൾ രൂപീകരിക്കുകയും ആകെ നിർമ്മാണ ചെലവിൻ്റെ 10% ഗുണഭോക്തൃ വിഹിതമായും 15% ഗ്രാമപഞ്ചായത്ത് വിഹിതമായും സംഭരിച്ചുമാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. ഗ്രാമപഞ്ചായത്തുകളിലെ ടാപ്പ് കണക്ഷൻ ഉൾപ്പെടെയുള്ള വിതരണ സംഖ്യയുടെ ഏകദേശം 50 കോടി രൂപയുടെ പ്രവൃത്തികൾ ഗുണഭോക്തൃ സമിതിയുടെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിലാണ് നടന്നത്. ഈ ആസ്തികളുടെ ഉടമസ്ഥാവകാശം ഗ്രാമപഞ്ചായത്തുകൾക്കും അതാത് പഞ്ചായത്തുകളിലെ ഗുണഭോക്തൃ സമിതികൾക്കുമാണുള്ളത്. കേരള വാട്ടർ അതോറിറ്റി നേരിട്ട് ടാപ്പുകളിലൂടെ വീടുകൾക്ക് നൽകുന്ന വെള്ളത്തിന് ഗാർഹിക തലത്തിലുള്ള മീറ്റർ റീഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ 1 കിലോ ലിറ്ററിന് 14 രൂപ 41 പൈസയാണ് വെള്ളത്തിൻ്റെ ചാർജ് ഇനത്തിൽ വാങ്ങുന്നത്. എന്നാൽ ബൾക്ക് വാട്ടർ മീറ്റർ റീഡർ പ്രകാരം 1 കിലോ ലിറ്ററിന് 16 രൂപ 62 പൈസയാണ് പഞ്ചായത്ത് അല്ലെ സമിതികൾ കേരള വാട്ടർ അതോറിറ്റിക്ക് നൽകേണ്ടി വരുന്നത്. കേരള വാട്ടർ അതോറിറ്റി നടത്തിക്കൊണ്ടുപോകുന്ന സ്കീമുകളിൽ നിന്ന് വ്യത്യസ്തമായി ബൾക്ക് വാട്ടർ പദ്ധതിയിൽ തുടർന്നുള്ള എല്ലാ ചെലവുകളും അതാത് സമിതികൾ തന്നെ വഹിക്കണം. NRW നഷ്ടം, വിതരണ ശൃംഖലയിലെ മറ്റ് അറ്റകുറ്റപ്പണികൾ, മീറ്റർ റീഡിംഗ്, പണം പിരിക്കൽ അടക്കമുള്ള തുടർ നടത്തിപ്പ് പരിപാലന ചെലവുകൾ. ഇതുമാത്രമല്ല, കേരള വാട്ടർ അതോറിറ്റി നേരിട്ട് നടപ്പാക്കുന്ന പദ്ധതികളിൽ BPL കുടുംബങ്ങൾക്ക് നൽകുന്ന സബ്സിഡിയും ബൾക്ക് വാട്ടർ സപ്ലൈ സ്കീമിൽ ലഭിക്കുന്നില്ല. മേൽ ചെലവ് കൂടി കണക്കുകൂട്ടുമ്പോൾ ബൾക്ക് വാട്ടർ സപ്ലൈ പദ്ധതിയിലെ ഗുണഭോക്താക്കൾ 1 കിലോ ലിറ്ററിന് 22 രൂപ മുതൽ 25 രൂപ വരെ വെള്ളത്തിൻ്റെ വിലയായി നൽകേണ്ടി വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് ബൾക്ക് വാട്ടർ സപ്ലൈ പദ്ധതി നടപ്പാക്കുന്ന ഗ്രാമപഞ്ചായത്തുകളുടെയും ഗുണഭോക്താക്കളുടെയും ജലവിതരണ സംവിധാനത്തെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. കേരള ജല അതോറിറ്റിയുടെ ഗാർഹിക ഗുണഭോക്താക്കൾക്ക് വാട്ടർ അതോറിറ്റി കുടിവെള്ളം നൽകുന്ന അതേ നിരക്കിൽ തന്നെ ബൾക്ക് വാട്ടർ നിരക്ക് നിശ്ചയിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ച് എല്ലാവർക്കും ഒരേപോലെ ആ കാര്യം ലഭ്യമാകുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഗവൺമെന്റ്. ശ്രീമതി ദലീമ.